ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു 30/30 അജണ്ട. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങളെ കൺസെപ്ച്വലി ക്ലാരിറ്റി ഉള്ള ഒരാളാക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താണ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടോ അല്ല. 30/30 എന്താണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ 30/30 അജണ്ട എന്താണ്? ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ബൈ G20 countries, conceptualized at the Convention on Biological Diversity. ഓക്കെ, സോ COP15 എന്ന് പറയുന്ന നമ്മളുടെ കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി 15ന്റെ സമയത്താണ് ഇത് കൺസെപ്റ്റലൈസ് ചെയ്തതും അത് G20 അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ it recognizes the importance of protecting 30% of the planet by 2030. 2030 കൂടിയിട്ട് എന്താണ് 30% ഓഫ് ദ പ്ലാനറ്റ് പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് 30/30 അജണ്ടയുടെ ഉദ്ദേശം. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഹൈ അംബിഷൻ കൊയിലീഷൻ ഫോർ നേച്ചർ ആൻഡ് പീപ്പിൾ ഈസ് പുഷിംഗ് ഫോർ ദ ഇൻക്ലൂഷൻ ഓഫ് 30/30 ഇൻ ദ പോസ്റ്റ് 2020 ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് എന്നാണ്. ഇങ്ങനെയുള്ള 3 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏതാണ് ശരി ഉത്തരം, അല്ലെങ്കിൽ ഇതിൽ മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ടുള്ളവരെല്ലാം സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതിന്റെ ആൻസർ നമുക്ക് ടുവേർഡ്സ് ദ എൻഡ് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു GDP. അതായത് എന്താണ്, ഗവൺമെന്റ് 2026 ഫിനാൻഷ്യൽ ഇയറിലെ ഗ്രോത്ത് 7.4 എന്താണ് പെഗ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അമിഡ് താരിഫ് കൺസേൺ. സോ താരിഫ് കൺസേണുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ 2026 ഫിനാൻഷ്യൽ ഇയറിൽ എന്ത് സംഭവിക്കും? 7.4% GDP ഗ്രോത്ത് ഉണ്ടാകും എന്നാണ് പറയുന്നത്. സോ അതെങ്ങനെ അച്ചീവ് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ കുറച്ച് എന്താണ് കൺസേണിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണോ? 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നമ്മളുടെ GST റേറ്റുകൾ കുത്തനെ കുറച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. രണ്ട് എന്താണ്, US-ന്റെ ടാരിഫ് വാർ നമ്മളുടെ ഇടയിലുണ്ട്, അല്ലെങ്കിൽ ടാരിഫ് പ്രഖ്യാപനം നമ്മളുടെ ഇടയിലുണ്ട്. സോ ഇങ്ങനെയുള്ള ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് കാരണവും ദെൻ എന്താണ് ഇന്റേണൽ ആയിട്ടുള്ള ടാക്സ് റെഗുലേഷൻസ്. സോ ഇൻകം ടാക്സിൽ നമ്മൾ വലിയ എന്താണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു മുന്നത്തെ ബഡ്ജറ്റിൽ. കഴിഞ്ഞ GST കൗൺസിൽ എന്ത് ചെയ്തു? GST സ്ലാബുകളെ വെട്ടിച്ചുരുക്കുകയും ചെയ്തു. സോ ഇത് എന്താണ് നമ്മളുടെ വരുമാനത്തെ അല്ലെങ്കിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ഈ വർഷം കണ്ടറിയേണ്ടിയിരിക്കുന്നു. സോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? GDP എന്താണ്, ദെൻ എന്താണ് നമ്മളുടെ റിയൽ GDP എന്താണ്, നോമിനൽ GDP എന്താണ്, ഇതെല്ലാം ഞാൻ വീണ്ടും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും? അത് ഒരു അധിക പ്രസംഗമായിട്ടിരിക്കും. ഓക്കെ, സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ മാസവും റിപ്പോർട്ടുകൾ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാറുള്ള കാര്യങ്ങളാണ്. എന്താണ് GDP, എന്താണ് GNP, GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്താണ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ബൈ. എന്ത് ചെയ്യുമ്പോഴാണ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നത്? സോ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫാക്ടർ കോസ്റ്റിലേക്ക് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. സോ ഞാൻ ബേസിക്കുകളിലേക്ക് പോയി. GDP എന്ന് പറയുന്നു, GDP ഗ്രോസിൽ നിന്ന് നെറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? GDP ഗ്രോസ് എന്ന് പറയുന്ന ഫാക്ടറിൽ നിന്ന് നെറ്റ് എന്ന് പറയുന്നതിലേക്ക് ആക്കണമെങ്കിൽ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ കുറയ്ക്കും. ഇവിടെ അതാണോ ചോദിച്ചിരിക്കുന്നത്? അല്ല. ദെൻ ഡൊമസ്റ്റിക്കിൽ നിന്ന് നൊമിനലിലേക്ക് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് നമ്മൾ കുറയ്ക്കും. ഓക്കെ, കാരണം എന്താണ്? കാരണം ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്ത ഇന്ത്യക്കാരുടെ ഇൻകം കൂട്ടണം. ഇന്ത്യയുടെ ഉള്ളിൽ ജോലി ചെയ്തിരിക്കുന്ന പുറത്തെ ആളുകൾ, നോൺ റെസിഡന്റ് ഇന്ത്യക്കാരല്ലാത്ത ആളുകളുടെ ഇൻകം നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്ത് കളയണം. അതിനെയാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് കുറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക്കിൽ നിന്ന് എന്തിലേക്ക് കൺവേർട്ട് ആകും? നാഷണലിലേക്ക് കൺവേർട്ട് ആകും. സോ അത് രണ്ടുമല്ല. സോ ഇതിലെന്താണ് അഡ്ജസ്റ്റിംഗ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന കാര്യവുമല്ല. ദെൻ അഡ്ജസ്റ്റിംഗ് ഫോർ കറന്റ് ട്രാൻസ്ഫേഴ്സ് ഫ്രം എബ്രോഡിൽ നിന്നുള്ള ട്രാൻസ്ഫറുകളുമല്ല. ദെൻ
ഫാക്ടർ കോസ്റ്റിൽ നിന്ന്, മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫാക്ടർ കോസ്റ്റിലേക്ക് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യുന്നത്? അഡ്ജസ്റ്റിംഗ് ഫോർ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണോ, അക്കൗണ്ടിങ് ഫോർ ഇൻഫ്ലേഷൻ ആണോ? സോ വെൻ യു അക്കൗണ്ട് ഫോർ ദ ഇൻഫ്ലേഷൻ, നിങ്ങൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വരിക? GDP ആയിക്കോട്ടെ, GNP ആയിക്കോട്ടെ, അത് റിയൽ GDP ആയിട്ട് മാറും. ഓക്കെ, സോ നോമിനൽ GDP യിൽ നിന്ന് റിയൽ GDP യിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫാക്ടർ കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ്. ഓക്കെ, സോ എന്താണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇത് തെറ്റരുത്. പുസ്തകം ഏതൊറക്കത്തിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയാനായിട്ട് പറ്റണം. ഡിപ്രീസിയേഷൻ എന്താണ്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഗ്രോസിൽ നിന്ന് നെറ്റ് ആവാനായിട്ടുള്ളതാണ്. ദെൻ എന്താണ്? ഡൊമസ്റ്റിക്കിൽ നിന്ന് നാഷണലിലേക്ക് മാറണമെങ്കിൽ എന്തായിരിക്കണം ആകേണ്ടത്? ഡൊമസ്റ്റിക്കിൽ നിന്ന് നാഷണലിലേക്ക് മാറണമെങ്കിൽ നമ്മളുടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കുറയ്ക്കണം. ഓക്കെ, സോ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സുകളാണ്. ഇൻഡയറക്റ്റ് ടാക്സുകൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫാക്ടർ കോസ്റ്റിലേക്ക്. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരു കമ്പനിയിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? നിങ്ങൾ കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇറക്കുകയാണ്. പ്രൊഡക്റ്റിന് ഒരു കോസ്റ്റ് ഉണ്ടാവും, വിച്ച് ഈസ് ഫാക്ടറി കോസ്റ്റ് എന്ന് നമ്മൾ പറയും. കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫാക്ടറി കോസ്റ്റ് അത് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ ആഡ് ചെയ്യും? ഒന്ന്, ടാക്സുകൾ ആഡ് ചെയ്യും. ഓക്കെ, ടാക്സുകൾ ആഡ് ചെയ്യും. ദെൻ രണ്ടാമത്തെ കാര്യം എന്താണ്? കമ്പനിക്ക് കിട്ടേണ്ട പ്രോഫിറ്റിന്റെ 1% കൂടി ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ ലഭ്യമാകുന്ന വിലയ്ക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്. നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ എഴുതിയിട്ടുണ്ടാവും എന്ത്? ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്. ഓക്കെ, സോ ആക്ച്വലി അത് ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് ഒന്നുമല്ല, ഇൻക്ലൂസീവ് ഓൾ ടാക്സസ് ആൻഡ് പ്രോഫിറ്റ്. ഓക്കെ, അതേപോലെ ഈ ടാക്സുകൾ കുറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന തുകയാണ് എന്ത്? ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫാക്ടർ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇൻഡയറക്റ്റ് ടാക്സുകൾ കുറച്ചിട്ട്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. എന്താണ്? നമ്മളുടെ ഒരു കമ്പനി നടത്തുമ്പോൾ അത് ഉണ്ടാക്കുന്ന മാർക്കറ്റ് പ്രൈസും ഫാക്ടറി കോസ്റ്റും തമ്മിലുള്ള ഒരു കണക്ഷനിലൂടെ അതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, സോ എന്താണ് മറ്റൊരു ചോദ്യം, ഇതിലില്ലാത്തൊരു ചോദ്യം. ഇന്ത്യ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്താണ് GDP ആയിട്ട് കണക്കാക്കുന്നത് മാർക്കറ്റ് പ്രൈസിലെ GDP ആണോ അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റിലെ GDP ആണോ? എന്ത് തോന്നുന്നു? ഗവൺമെന്റ് ദ ബെസ്റ്റ് ഔട്ട്പുട്ട് ആയിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് റിലയബിൾ സോഴ്സ് ആയിട്ട് GDPയുടെ സോഴ്സ് ആയിട്ട് കണക്കാക്കുന്നത് മാർക്കറ്റ് പ്രൈസിലെ GDP ആണോ അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റിലെ GDP ആണോ? അല്ലെങ്കിൽ എക്കണോമിസ്റ്റുകൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് ഇറ്റ് ഈസ് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഓക്കെ, സോ ഇന്ത്യയിൽ എങ്ങനെയാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് പ്രൊമിനന്റ്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? അത് കുറച്ചും കൂടി ബെസ്റ്റ് എക്സാമ്പിൾ, എന്തിന്റെ? എക്കോണമിയുടെ ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തരും. ടാക്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോ ടാക്സിന്റെ എഫക്റ്റിന് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ടാക്സിന്റെ റിസർച്ചിന് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ അതർ കാൽക്കുലേഷൻസ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ പരിപാടികൾക്കും ഫാക്ടർ കോസ്റ്റിലെ GDP ആണ് നമ്മൾ എന്താണ് സാധാരണയായിട്ട് കണക്കാക്കുന്നത്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് ക്വസ്റ്റൻ ആണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. സോ ഞാൻ ഇവിടെ ഒരു 3 ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങളിലൂടെ എന്താണ് ഫുൾ GDP റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് കവർ ചെയ്യണം, റിവിഷൻ ചെയ്യണം എന്നാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ പോയിന്റുകളിൽ എന്തെങ്കിലും മിസ്സിങ്ങുകൾ ഉണ്ടെങ്കിൽ വിച്ച് മീൻസ് യുവർ ഫസ്റ്റ് ചാപ്റ്റർ നാഷണൽ ഇൻകം ചാപ്റ്റർ ഈസ് നോട്ട് റെഡി. പോവുക, പഠിക്കുക, ഉറക്കം ഒളിച്ചിരുന്ന് പഠിക്കുക. എത്ര സമയം എടുത്തോട്ടെ, ഇന്ന് പഠിച്ചിട്ടേ അത് കിടക്കാനായിട്ട് പാടുള്ളൂ. ഒരു ഒറ്റ PDF അല്ലേ ഉള്ളൂ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് എക്കണോമിക്സിൽ പഠിക്കാനായിട്ട്. സോ അത് പഠിച്ചു തീർത്തിട്ടേ ഇന്ന് ഉറക്കമുള്ളൂ. Okay, so second statement, consider the following statement. The measurement of gross domestic product and gross national product differ by net factor income from abroad. പറഞ്ഞോ, ഞാൻ കഴിഞ്ഞതിൽ ആൻസർ ആയിട്ട് ഡിസ്കസ് ചെയ്തു. എന്താണ്? ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്ന് നാഷണൽ പ്രൊഡക്റ്റിലേക്ക് മാറണമെങ്കിൽ എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്ക് കഴിഞ്ഞ ഡിസ്കഷനിൽ നിന്ന് തന്നെ മനസ്സിലായി. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്ടിങ് ഡിപ്രീസിയേഷൻ ഫ്രം ദ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. സോ ഞാൻ വീണ്ടും കഴിഞ്ഞ ഡിസ്കഷനിൽ അറിയാണ്ട് പറഞ്ഞു എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് നെറ്റ് നാഷണലിലേക്ക് എത്താൻ, ഗ്രോസിൽ നിന്ന് നെറ്റിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. വെനെവർ യു സീ എ ഗ്രോസ് ആൻഡ് നെറ്റ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അക്കൗണ്ടിങ് പഠിച്ചിട്ടുള്ളവർ കുറച്ചും കൂടി എളുപ്പമാണത്.
ഗ്രോസിൽ നിന്ന് നെറ്റിലേക്ക് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? സംതിങ് ഈസ് റെഡ്യൂസ്ഡ്, സംതിങ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ഗ്രോസ്. ഗ്രോസ് മൊത്തമായിട്ടുള്ള വരുമാനമാണ്, അതിൽ നിന്ന് എന്തോ ഒരു സാധനം കുറച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് ഡിഡക്ട് ചെയ്തിരിക്കുന്നത്? ഡിപ്രീസിയേഷൻ ആണ് ഡിഡക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്, വിച്ച് ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബോത്ത് 1 ആൻഡ് സിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ദ ഇൻഫ്ലേഷണറി ഗ്യാപ്പ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. An inflationary gap occurs when the current real GDP is less than the potential GDP of an economy. അതായത് കറന്റ് റിയൽ ജി ഡി പി നമ്മളുടെ ജി ഡി പിയുടെ പൊട്ടൻഷ്യൽ, അതായത് ഫോർ എക്സാമ്പിൾ ദ പൊട്ടൻഷ്യൽ ജി ഡി എഫ് പി ഓഫ് 2026 എത്ര വരും? 2026 7.4% ആണ്. ആര് പറയുന്നത്? RBI അടക്കമുള്ള വലിയ സംഘടനകൾ പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ജി ഡി പി എന്ന് പറയുന്നത് 7.4% ആണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ 7.4%ലേക്ക് നീങ്ങുമോ? 7.4%ലേക്ക് നീങ്ങില്ല. കാരണം എന്താണ്? പല എക്സ്റ്റേണാലിറ്റീസും വരാം, യുദ്ധം വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് വരാം. അങ്ങനെ കാരണം എന്താണ്? ക്വസ്റ്റ്യൻ മാറിപ്പോയി. അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് 7.4 എന്ന് പറയുന്ന എന്താണ് നമ്മളുടെ നമ്മളുടെ എന്തിലേക്ക് വരാം? പൊട്ടൻഷ്യൽ ജി ഡി പിയിലേക്ക് എത്താതിരിക്കാം. ഓക്കെ, സോ അതിനെയാണ് കറന്റ് റിയൽ ജി ഡി പി പൊട്ടൻഷ്യൽ ജി ഡി പിയിലേക്ക് എത്താതിരിക്കുന്നതിനെയാണ് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആണോ? എനിക്ക് ഇതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒന്നും അറിഞ്ഞൂടെങ്കിലും ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്നത് അതിനെ എല്ലാം എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ചെറിയ ബോധം വേണം. കാരണം എന്താണ്? ഇൻഫ്ലേഷന്റെ ബേസിക് ഡെഫിനിഷൻ എന്താണ്? റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ. ഓക്കെ, റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവലാണ് ഇൻഫ്ലേഷൻ. സോ ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ജി ഡി പിയുടെയും റിയൽ ജി ഡി പിയുടെയും ഡിഫറൻസ് ഒന്നും അല്ല മനസ്സിലാക്കാനായിട്ടുള്ള ബേസിക് കോമൺ സെൻസ് അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇലവേറ്റഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഈസ് വൺ ഓഫ് ദ കോസസ് ഓഫ് ദ ഇൻഫ്ലേഷണറി ഗ്യാപ്പ്. ഓക്കെ, ഇൻഫ്ലേഷണറി ഗ്യാപ്പ് വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇലവേറ്റഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറുകളാണ്. സോ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് കൂടി വന്നു കഴിഞ്ഞാൽ ഇൻഫ്ലേഷണറി ഗ്യാപ്പ് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ടോ? ഓഫ് കോഴ്സ് സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ ശരി. സോ ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എന്താണ്? ഡിമാൻഡ് ഒരുപാട് ഉണ്ടാകുന്നു. ഓക്കെ, സോ ബേസിക് എന്താണ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് സപ്ലൈനേക്കാളും കൂടുന്നു വെൻ ദ എംപ്ലോയ്മെന്റ് ഈസ് അറ്റ് ഫുൾ പൊട്ടൻഷ്യൽ. അതായത് എല്ലാവർക്കും ജോലിയുണ്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും എംപ്ലോയ്മെന്റ് ഫുൾ പൊട്ടൻഷ്യലിൽ വർക്ക് ചെയ്തിരിക്കുന്ന സമയങ്ങളിൽ ഡിമാൻഡ്, ജനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് സപ്ലൈനേക്കാൾ കൂടുന്നു. ഓക്കെ, സോ ഇറ്റ്സ് എ എന്താണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് പെർട്ടിക്കുലർലി ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. സോ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫ്ലേഷണറി ഗ്യാപ്പ് കൂടും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, സോ ഇറ്റ്സ് എ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് എ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ വരാനായിട്ടുള്ള സാധ്യത തുച്ഛമാണ്. നാഷണൽ ഇൻകത്തിലൊന്നും കഴിഞ്ഞ 5 വർഷങ്ങളിൽ അത്ര ഭീകരമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, സോ ബേസിക് ചോദ്യങ്ങൾ മാത്രമേ നാഷണൽ ഇൻകം പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. എന്താണ് ജി ഡി പി, എന്താണ് GNP, അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ഞാനൊരു ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇട്ടുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത കുറവാണ്. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും എന്ത് വെച്ചിട്ട് ശരിയാക്കണം? നമ്മളുടെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് കോമൺ സെൻസ് വെച്ചിട്ട് ശരിയാക്കണം. സോ ചിലർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫ്ലേഷണറി ഗ്യാപ്പ് ഇവർ കേൾക്കുമ്പോൾ തന്നെ പകുതി ജീവൻ പോയി, ഒരു 20% ജീവൻ പോയി. ഇൻഫ്ലേഷണറി ഗ്യാപ്പ്, ഇൻഫ്ലേഷൻ പഠിച്ചിട്ടുണ്ട്, ഇൻഫ്ലേഷണറി ഗ്യാപ്പ് ഞാൻ പഠിച്ചിട്ടില്ല, പെർട്ടിക്കുലർലി പഠിച്ചിട്ടില്ല. സോ ബാക്കിയൊന്ന് വായിച്ചു നോക്കാം. ദെൻ അവർ വായിച്ചു തുടങ്ങുമ്പോൾ കറന്റ് റിയൽ ജി ഡി പി പഠിച്ചിട്ടുണ്ട്, പക്ഷേ കറന്റ് റിയൽ ജി ഡി പി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സോ റിയൽ ജി ഡി പി എന്താണ്? കറന്റ് റിയൽ ജി ഡി പി എന്താണ്? ബേസിക് സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. റിയൽ ജി ഡി പി
is less than potential GDP of an economy. They think that പൊട്ടൻഷ്യൽ GDP ഓഫ് ആൻ എക്കോണമി എന്ന് പറയുന്നത് പുതിയൊരു കൺസെപ്റ്റ് ഒക്കെ ആയിട്ട് ചിലർ കാണും. ഒന്നുമില്ല. പൊട്ടൻഷ്യൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ ഒരു എക്കോണമിയുടെ എത്രത്തോളം ഉയരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളുടെ IMF പറയാണ് ഈ വർഷം 8% വളരും. അതാണ് IMFന്റെ കണക്ക് പ്രകാരം നമ്മളുടെ പൊട്ടൻഷ്യൽ GDP. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കൃത്യമായിട്ടൊന്ന് എഫക്റ്റീവ്ലി റീഡ് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് റീഡ് ചെയ്യുക, ദെൻ ആൻസറിലേക്ക് എത്തുക. സോ ക്വസ്റ്റ്യൻസുകൾ എത്രത്തോളം ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ പറ്റുമോ, ഞാൻ ഈ ഒരു ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കാലങ്ങളിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആവാനായിട്ടുള്ള സാധ്യത 5-6 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചെയ്യുക. ഒരു 10,000 ക്വസ്റ്റ്യൻസിലേക്കൊക്കെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ യു വിൽ സക്സസ്ഫുള്ളി ക്ലിയർ ദ പ്രിലിംസ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഡിസ്കഷനിലേക്ക് പോകാം. സോ GDP എന്താണെന്ന് ക്ലിയർ ആയല്ലോ. GDP എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണ്? റിയൽ GDP, നോമിനൽ GDP. റിയൽ GDPയും നോമിനൽ GDPയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റിയൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്യും. ദെൻ നോമിനൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോമിനൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്യില്ല. നമുക്ക് എത്രയാണോ ഇൻഫ്ലേഷനും കൂടി കൂട്ടിയിട്ടുള്ള, അതായത് ഇൻഫ്ലേഷനും ആ GDPയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. നമ്മളുടെ പത്രങ്ങളിൽ വരുന്ന ഈ 7.8% GDP എന്നൊക്കെ പറയുന്നത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് GDP ആണോ? അതായത് റിയൽ GDP ആണോ, നോമിനൽ GDP ആണോ? റിയൽ GDP ആണ്. ഓക്കെ, സോ ഇൻഫ്ലേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് നമ്മുടെ നോമിനൽ GDP ആണെങ്കിൽ നമ്മളൊരു എന്താണ് ഇരട്ട സംഖ്യ ക്രോസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ GDPയിൽ പലപ്പോഴും ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ പത്രങ്ങളിലൊക്കെ കാണുന്ന GDP എന്ന് പറയുന്നത് എന്താണ്? റിയൽ GDP ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. സെക്കൻഡ് ആർട്ടിക്കിൾ കേരള സംബന്ധിച്ചിട്ടുള്ള ന്യൂസ് ആണ്. കേരളാസ് ന്യൂ ലാംഗ്വേജ് ബിൽ ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. കർണാടക, അതായത് കേരളയുടെ ന്യൂ ലാംഗ്വേജ് ബിൽ എന്ന് പറയുന്നത് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. നമ്മൾ ഈ പത്രം വായിക്കുമ്പോൾ R. ലേക്കറിനെ കുറച്ച് കർണാടകയിൽ നിന്നുള്ള ആളുകൾ കണ്ടിരിക്കുകയാണ്. ഈസ് ദർ എനിത്തിങ് റെലവന്റ് ടു UPSC? ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺലി എ പൊളിറ്റിക്കൽ ന്യൂസ് എന്ന് നിങ്ങൾക്ക് തോന്നാം. പലരും ഈ ന്യൂസ് വിട്ടുകളയുന്നുണ്ട്. പല ന്യൂസ് അനാലിസിസുകാരും പലരും ന്യൂസ് വിട്ടുകളയുന്ന ന്യൂസാണ്. പക്ഷേ വാട്ട് യു തിങ്ക് അബൌട്ട്, എന്താണ് ഇതിൽ UPSCക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം? അതായത് കേരള ഒരു ന്യൂ ലാംഗ്വേജ് ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതില് മലയാളം എന്ന് പറയുന്ന ഒരു കാര്യം കമ്പൽസറിയാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് അല്ലെങ്കിൽ അതിന് എതിരെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻസ് എടുത്തു പറഞ്ഞിട്ടുണ്ടോ? തിങ്ക് അബൌട്ട് ദാറ്റ്. ഒരു 1 സെക്കൻഡ് തരാം. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. വെദർ കർണാടകയുടെ ഈ വാദം, അതായത് ഈ എന്താണ് നമ്മളുടെ മലയാളം എന്ന് പറയുന്നത് ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് പഠിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന വാദം കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയെങ്കിലും വിലക്കിയിട്ടുണ്ടോ? വിലക്കിയിട്ടുണ്ട്. അത് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ തന്നെ വിലക്കിയിട്ടുണ്ട്. എവിടെയാണ്? ഫണ്ടമെന്റൽ റൈറ്റിൽ തന്നെ വിലക്കിയിട്ടുണ്ട്. ഏതാണ് ആർട്ടിക്കിൾ എന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇറ്റ് ഈസ് ആർട്ടിക്കിൾ 29. എന്താണ് ആർട്ടിക്കിൾ 29? ആർട്ടിക്കിൾ 29 പെർട്ടിക്കുലർലി കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് റൈറ്റ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, സോ നമുക്ക് ആർട്ടിക്കിൾ 14 എന്താണെന്ന് അറിയാം, 15 എന്താണെന്ന് അറിയാം, 21 വരെയൊക്കെ കൃത്യമായിട്ട് അറിയാം. ഓക്കെ, ദെൻ 22 ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു സംശയം ഉണ്ടാവും, എന്നാലും റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. 23 ചെറിയൊരു സംശയം വരും ഏതാണെന്നുള്ളത്. ഓക്കെ, 24 അറിയാം, 25 അറിയാം. എന്താണ് നമ്മളുടെ മതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശം. പിന്നീട് അങ്ങായിട്ടുള്ള ആർട്ടിക്കിൾ 26, 27, 28, 29 കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കില്ല. അതായത് നമ്മൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചു തുടങ്ങുമ്പോഴുള്ള ആവേശം കഴിയാൻ നേരത്ത് കാണില്ല. സോ അങ്ങനെ ആവേശം ചോർന്നു പോകുന്നവര് ചിലപ്പോൾ ആർട്ടിക്കിൾ 29 മറന്നു പോയിട്ടുണ്ടാകും. ആർട്ടിക്കിൾ 29 പെർട്ടിക്കുലർലി സ്പീക്ക് ചെയ്യുന്നത് എന്താണ്? ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയുടെയും അതർ മൈനോറിറ്റികളുടെയും കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് റൈറ്റ്സ് ആണ് പെർട്ടിക്കുലർലി പറയുന്നത്. എന്താണ് പറയുന്നത്? The Article 29 provides that any section of the citizen, എന്താണ്? Any section of the citizen residing in any part of India, any section of citizen residing in any part of India having a distinct language, script
or culture of its own shall have the right to conserve the same. Okay, so any section, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ, കർണാടകയിൽ നിന്നുള്ള കന്നഡൈറ്റ്സ് ഇൻ കേരളയിലുള്ള കന്നഡൈറ്റ്സ്. സോ ദർ ആർ മൈനോറിറ്റി. പർട്ടിക്കുലർലി ഈ എനി സെക്ഷൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇറ്റ്സ് എ ലാർജ് ടേം. വെറുതെ അല്ല എനി സെക്ഷൻ എന്ന് അവർ എഴുതിയിരിക്കുന്നത്. സോ എനി മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ പോലെ ഇവർക്ക് എനി മൈനോറിറ്റി citizens residing in any part of India having a distinct language, script or its own എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കുമോ? ഇല്ല. മൈനോറിറ്റിയുടെ ഡെഫിനിഷൻ റിജിഡ് ആണ്. പക്ഷേ എനി സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേണമെങ്കിൽ റിലീജിയസ് മൈനോറിറ്റി ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ എന്താണ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെ ഉൾപ്പെടുത്താം. സോ കർണാടകൈറ്റ്സും ഇതിൽ പെടും. സോ കന്നഡൈറ്റ്സ് ലിവിങ് ഇൻ കേരള, അവർ ഒരു സെക്ഷൻ അല്ലേ, ഒരു സെപ്പറേറ്റ് സെക്ഷൻ അല്ലേ? And they are minority in Kerala. Okay, so they are minority in Kerala and they have a distinct language, scripts and culture of its own shall have the right to conserve the same. Okay, further, no citizen shall be denied any admission to any educational institution maintained by the state or receiving aid out of the state funds on grounds only of religion, race, കാസ്റ്റ് ഓർ ലാംഗ്വേജ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ്. എന്താണ്? അതായത് ഈ പറയുന്ന ആളുകൾക്ക് ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഭാഷയുടെയോ, ഏതാണ് ജാതി, മതം, വർണ്ണം, ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയാണ്? 14-15 ആർട്ടിക്കിളുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താണ്? ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് കൊടുക്കരുത്, അതായത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. സോ ഇവർ പറയുന്നതിൽ കാര്യമുണ്ടോ? കർണാടക ഗവൺമെന്റ് പറയുന്നതിൽ കാര്യമുണ്ടോ? അല്ലെങ്കിൽ കർണാടകയുടെ പ്രതിനിധികൾ പറയുന്നതിൽ കാര്യമുണ്ടോ? ന്യൂ ലാംഗ്വേജ് ബിൽ ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, സെയ്സ് കർണാടക. ഡെലിഗേഷൻ urges Kerala government to reject the bill that make Malayalam compulsory first language in all Kerala schools. So കമ്പൽസറി ആക്കാനായിട്ട് ഇവർക്ക് സാധിക്കുമോ? ഇല്ല. ഇഫ് ദേ ഹാവ് എ ലാംഗ്വേജ് ഹു എനി സെക്ഷൻസ് ലിവിങ്, എവിടെയാണ്? any section of the citizen residing in any part of the India. Okay, so അവർക്ക് എന്ത് പറ്റില്ല? മലയാളം കമ്പൽസറി ആക്കാനായിട്ട് പറ്റില്ല. ഇറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി എല്ലാവരും പഠിക്കണം. അങ്ങനെ എല്ലാവരും പഠിക്കണം എന്ന് ഈ കേരളയുടെ ഈ ബില്ല് പെർട്ടിക്കുലർലി ഞാൻ എടുത്ത് വായിച്ചില്ല കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ പ്രൊവിൻസസ് എന്താണ് എന്ന് ഞാൻ എടുത്ത് വായിച്ചില്ല. എല്ലാം ഫുള്ളി കമ്പൽസറി ആക്കുന്നതാണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ല ഡീറ്റെയിൽ ആയിട്ട്. സോ അതിന്റെ ഒരു മെറിറ്റിലേക്കല്ല ഞാൻ കിടക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. എന്താണ്? എനി സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി റിസൈഡിങ് ഇൻ എനി പാർട്ട് ഓഫ് ദി ഇന്ത്യ, വിച്ച് മീൻസ് എനി സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റികളും റിലീജിയസ് മൈനോറിറ്റികളും ഉൾപ്പെടും. അവർക്ക് അവരുടെ എന്താണ് ഭാഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് വേർതിരിവ് കാണിക്കാൻ പാടില്ല എന്നൊരു ആർട്ടിക്കിൾ 29 കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. സോ ആ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ആർട്ടിക്കിൾ എടുത്തിരിക്കുക. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു UPSC. നിങ്ങൾ ഇങ്ങനെയുള്ള ന്യൂസ് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫണ്ടമെന്റൽ റൈറ്റിലേക്ക് നിങ്ങൾക്ക് കണക്ഷൻ വരണം. അത് ഓട്ടോമാറ്റിക്കലി ഒരു 2-3 മാസം പത്രം വായിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. അല്ലെങ്കിൽ നമ്മുടെ സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു കണക്ഷനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു നാറ്റ്ഗ്രിഡ്. അതായത് നമ്മളുടെ മുംബൈ അറ്റാക്ക് നടന്നു കഴിഞ്ഞപ്പോൾ 26/11 നടന്നു കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയത്? അതായത് ഹ്യൂജ് ഇന്റലിജൻസ് ഡാമേജ് ആണ്, അല്ലെങ്കിൽ ഹ്യൂജ് ഇന്റലിജൻസ് എന്താണ് വീഴ്ചയാണ് അവിടെ സംഭവിച്ചത്. ഓക്കെ, സോ ഇന്റലിജൻസുകാരും ഇങ്ങനെയുള്ളവർ ഇവിടെ വരുന്നതായിട്ട് അറിഞ്ഞില്ല. ദെൻ ഹ്യൂജ് ലോസും ഇന്ത്യക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ആഫ്റ്റർ എഫക്ട് എന്നോളം, റിസൾട്ട് എന്നോളം നമ്മൾ 1-2 കാര്യങ്ങൾ ചെയ്തു. 2008 ഈ പരിപാടി നടക്കുന്നത്. 2009 നമ്മൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറയുന്ന ഒരു ഏജൻസിയെ ഫോം ചെയ്തു, വിച്ച് ഈസ് NIA. ഓക്കെ, സോ SSCയുടെ എക്സാമിനേഷൻ എഴുതിയിട്ട് നമുക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ NIA എന്ന് പറയുന്ന നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്താണ് ഫോം ചെയ്തു. ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? ഡാറ്റാബേസുകളുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇങ്ങനെയുള്ള ഇന്റലിജൻസ് ഡാറ്റാബേസുകളുമായി ബന്ധപ്പെട്ടിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ്
നാറ്റ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നാറ്റ് ഗ്രിഡ് എന്ന് പറയും. സോ നാറ്റ് ഗ്രിഡ് എന്താണ്? നാറ്റ് ഗ്രിഡ് എന്താണെന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് സ്റ്റേറ്റുകളിലുള്ള ഇന്റലിജൻസ് വിങ്ങുകൾ ഉണ്ടാകുമല്ലോ. IB ഉണ്ടാകും, ദെൻ NIA ഉണ്ടാകും, CBI ഉണ്ടാകും. അങ്ങനെ ഡിഫറെന്റ് ഇന്റലിജൻസ് വിങ്ങുകൾ ഉണ്ടാകും. CBI പെർട്ടിക്കുലർലി എന്താണ് ഇന്റലിജൻസിന് വേണ്ടിയിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന സ്ഥാപനമല്ല. ദെൻ റോ ഉണ്ടാകും. ദെൻ സ്റ്റേറ്റുകളുടെ അണ്ടറിൽ, ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് പോലീസിന്റെ ഉള്ളിലും ഇന്റലിജൻസ് വിങ് ഉണ്ടാകുമല്ലോ. ഇങ്ങനെയുള്ള ഇന്റലിജൻസ് ഡാറ്റാസ് എല്ലാം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, ഡാറ്റാസ് എല്ലാം കൈകാര്യം ചെയ്യുന്നതിനും അത് മോണിറ്റർ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണോ നാറ്റ് ഗ്രിഡ്? അല്ല. ഇറ്റ്സ് എ ബ്യൂറോക്രാറ്റിക് ഫോർമേഷൻ. അതായത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരം, ക്യാബിനറ്റിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരം ഫോം ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നാറ്റ് ഗ്രിഡ് എന്ന് പറയുന്നത്. എന്താണ് എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരവും സ്റ്റാറ്റ്യൂട്ടറിയും തമ്മിൽ വ്യത്യാസം? സ്റ്റാറ്റ്യൂട്ടറി ഈസ് ബൗണ്ടഡ് ബൈ എ ലോ. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു നിയമമുണ്ട്. NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, NIA ആക്ട് 2009 പ്രകാരം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനൊരു നിയമമുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് അത് എന്താണ് അവരുടെ ഉദ്ദേശം, എങ്ങനെയാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ആക്ടിൽ ഉണ്ടാവും. പക്ഷെ നാറ്റ് ഗ്രിഡ് എന്തല്ല, പാർലമെന്റ് ഫോം ചെയ്തിരിക്കുന്ന, പാർലമെന്റിലെ ഒരു ആക്ട് വഴി ഫോം ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല. പകരം എന്താണ്, ഒരു ക്യാബിനറ്റ് എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരം ഫോം ചെയ്തിരിക്കുന്ന ഒരു സംഘടനയാണ്. സോ കുറച്ച് നാളുകളായിട്ട് നാറ്റ് ഗ്രിഡ് ചർച്ചയിലേ ഇല്ല. അതായത് നാറ്റ് ഗ്രിഡ് വെറും ഒരു സംഘടന മാത്രമായിട്ട് ഒതുങ്ങി നിന്ന കാലഘട്ടങ്ങളായിരുന്നു കഴിഞ്ഞ ഒരു 20 വർഷങ്ങൾ, 20 വർഷം ഇല്ല, ഒരു 10-12 വർഷങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2009 തുടങ്ങിയിട്ട് എന്താണ് നമ്മളുടെ 26/11 കഴിഞ്ഞിട്ട് നാറ്റ് ഗ്രിഡ് ഫോം ചെയ്തതിനു ശേഷം ഒരു 10 വർഷങ്ങൾ ഇത് വെറും പേപ്പർ സംഘടനയായിട്ട് മാത്രം നിലനിന്നിരുന്ന ഒരു സംഘടനയായിരുന്നു. വലിയ ഇമ്പോർട്ടൻസുകളൊന്നും നാറ്റ് ഗ്രിഡിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നാറ്റ് ഗ്രിഡിന് കുറച്ച് പ്രൊമിനൻസ് ലഭിക്കുന്നുണ്ട്. DGP-മാരുടെ സമ്മേളനത്തിൽ, അതായത് ഓൾ ഇന്ത്യ DGP-മാരുടെ സമ്മേളനത്തിൽ നമ്മളുടെ പ്രധാനമന്ത്രി അഡ്രസ് ചെയ്തത് ഈ നാറ്റ് ഗ്രിഡിനെ ഒന്നുകൂടി കാര്യക്ഷമമാക്കാനായിട്ടുള്ള ചില പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ആ കാര്യങ്ങൾ കൊണ്ടെല്ലാമാണ് എന്ത് വന്നിരിക്കുന്നത്, നാറ്റ് ഗ്രിഡ് ഇന്ന് ന്യൂസിൽ വന്നിരിക്കുന്നത്. സോ ഇദ്ദേഹം നാറ്റ് ഗ്രിഡിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. നാറ്റ് ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്തിലേക്കുള്ള കടന്നുകയറ്റം, നമ്മളുടെ എന്താണ് നമ്മളുടെ പ്രൈവസിയിലേക്കുള്ള ഒരു കടന്നുകയറ്റമൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഓൾ ഡാറ്റാബേസുകളെല്ലാം എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സംഘടനയായിട്ട് മാറും എന്ന രീതിയിലാണ് ഇദ്ദേഹം ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. സോ ഈ 26/11 ഇൻസ്റ്റിറ്റ്യൂഷണൽ വീക്ക്നെസ്സുകൾ, അതായത് 26/11 ഇൻസ്റ്റിറ്റ്യൂഷണൽ വീക്ക്നെസ് എന്തായിരുന്നു? ഇന്റലിജൻസ് വീഴ്ചയായിരുന്നു. ഇന്റലിജൻസ് ഇങ്ങനെ ആളുകൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞില്ല. സോ ഈ ഇന്റലിജൻസ് വീഴ്ചയെ എന്താണ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ വീക്ക്നെസ്സിനെ, ഇന്റലിജൻസ് വീഴ്ച എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ വീക്ക്നെസ്സിനെ ടെക്നോളജി കൊണ്ട് ക്യൂർ ചെയ്യാം എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ വീക്ക്നെസ്സിനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ വീക്ക്നെസ് ആയിട്ട് തന്നെ അഡ്രസ് ചെയ്യണം. എന്നാൽ മാത്രമല്ല അത് മാറത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ക്രിയേറ്റ് ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രെങ്ത് ക്രിയേറ്റ് ചെയ്യണം. അല്ലാണ്ട് ടെക്നോളജി കൊണ്ട് എടുക്കാൻ നിൽക്കരുത്. സോ മുള്ളിനെ മുള്ളു കൊണ്ട് എടുക്കുക, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യം എടുക്കുക. അല്ലാണ്ട് എന്താണ് ഓൾ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും എന്താണ് മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്കൊന്നും നാറ്റ് ഗ്രിഡ് പോകരുത് എന്നാണ് ഇദ്ദേഹം ഈ ആർട്ടിക്കിളിലൂടെ പറയുന്നത്. ഓക്കെ, സോ ഇദ്ദേഹം എടുത്തു കാട്ടുന്ന ചില കാരണങ്ങളുണ്ട്. അതിന് മുൻപ് ഞാൻ നാറ്റ് ഗ്രിഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതായത് എങ്ങനെയാണ്, ഇന്റലിജൻസ് ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആണ്. പല എന്താണ് ഇന്റലിജൻസ് വിങ്ങുകളിൽ നിന്നുള്ള ഡാറ്റാസ് എന്ത് ചെയ്യും, നമ്മൾ പവർ ഗ്രിഡ് ഇല്ലേ, പവർ ഗ്രിഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റിയുടെ പവർ ഗ്രിഡിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും, ഈ ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യും. അതേപോലെ നാറ്റ് ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ എക്രോസ് ആയിട്ടുള്ള ഇന്റലിജൻസ് ഡാറ്റാസ് ഒരു സ്ഥലത്തേക്ക് സപ്ലൈ ചെയ്യും. ഓക്കെ, സോ 11 ഓതറൈസ്ഡ് സെൻട്രൽ ഏജൻസീസ് ഉണ്ട്. ഓക്കെ, സോ അവരെന്ത് ചെയ്യും, ആക്സസ് ടു 21 കാറ്റഗറീസ് ഓഫ് ഡാറ്റ ഇൻക്ലൂഡിംഗ് ആധാർ, ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യും, നാറ്റ് ഗ്രിഡ് വഴി ഞാൻ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. മാത്യു പോള് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ഡിഫറെന്റ്ലി ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എയർ ബൈ ട്രാവൽ ചെയ്യാറുണ്ട്, ദെൻ എന്താണ് ട്രെയിൻ ബൈ ട്രാവൽ ചെയ്യാറുണ്ട് എന്ന് വിചാരിക്കുക. എന്റെ ബാങ്ക് ട്രാൻസാക്ഷനുകൾക്ക് അവർക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. എന്റെ ട്രാവൽ ട്രാൻസാക്ഷനുകൾ, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്, ദെൻ ഞാൻ എവിടെയെല്ലാം ഹോട്ടൽസിൽ റൂം എടുക്കുന്നുണ്ട്, എന്റെ ആധാർ ഐഡന്റിറ്റി അവർക്ക്
മോണിറ്റർ ചെയ്യാൻ പറ്റും. ടെലകോം റെക്കോർഡ്സുകൾ അവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. പ്രോപ്പർട്ടി ആൻഡ് വെഹിക്കിൾ രജിസ്ട്രേഷനുകളെല്ലാം ഇവർക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും വിത്തൗട്ട് മൈ ആക്സസ്. അങ്ങനെ 21ഓളം കാറ്റഗറീസിൽ ഇവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നിങ്ങൾ നാഷണൽ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? എന്റെ റൈറ്റ് ടു പ്രൈവസിയെ ലംഘിക്കുന്നതാണ്. സോ റൈറ്റ് ടു പ്രൈവസിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആക്ട് ഏതാണ്? ഇറ്റ് ഈസ് റൈറ്റ് ടു പ്രൈവസിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആക്ട് ഏതാണ്? ഇറ്റ് ഈസ് പുട്ടസ്വാമി ജഡ്ജ്മെന്റ്. ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയതാണ്. ഇല്ല, പുട്ടസ്വാമി ജഡ്ജ്മെന്റ് നമ്മൾ മുന്നേയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പുട്ടസ്വാമി ജഡ്ജ്മെന്റ് നമ്മളുടെ ആധാർ കേസുമായി ബന്ധപ്പെട്ട് പുട്ടസ്വാമി ജഡ്ജ്മെന്റ് 2017 അതിലാണ് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്നാര് പറഞ്ഞത്? ആർട്ടിക്കിൾ അണ്ടറിൽ അല്ല, ആർട്ടിക്കിൾ 21 പ്രകാരം എന്ത് ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറഞ്ഞത് പുട്ടസ്വാമി ജഡ്ജ്മെന്റ് ആണ്. സോ അതിന്റെ ബേസിസിൽ എന്റെ പ്രൈവസി എന്താണ് സംരക്ഷിക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ സ്റ്റേറ്റ് എന്താ ചെയ്യുന്നത്? നാറ്റ്ഗ്രിഡ് പോലെയുള്ള സംഘടനകളെ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ഇന്റലിജൻസ് സംവിധാനത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ കൺസേണുകളായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ്, ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ലീഗൽ ഓർ സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ്. അതായത് 2010 കാലഘട്ടങ്ങളിൽ ഇത് പാർലമെന്റിൽ ചർച്ചയായതാണ്. നാറ്റ്ഗ്രിഡ് എന്ന് പറയുന്ന ഒരു സംഘടന ഫോം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യണമെന്നും ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടും അത് ഇന്റലിജൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ സംഘടന പ്രവർത്തിക്കും എന്ന് പറഞ്ഞപ്പോൾ പാർലമെന്റില് പല സംഘടനകളും പറഞ്ഞത്, അതായത് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിരുന്ന ഒരു കാര്യം, ഇതിനെ പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണം. ഇത് കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രമേ, ഡീറ്റെയിൽ ആയിട്ട് പാർലമെന്ററി കമ്മിറ്റി പഠിച്ചതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് പാസ്സാക്കാൻ പാടുള്ളൂ എന്നിവർ പറഞ്ഞു. സോ അങ്ങനെയാണ് ആ ബില്ല് പാസ്സാകാതിരുന്നത്. അതിനുശേഷമാണ് ക്യാബിനറ്റ് ബാക്കിങ്ങോട് കൂടിയിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ആയിട്ട് എന്ത് വന്നത്? നാറ്റ്ഗ്രിഡിന്റെ ഫോർമേഷൻ വരുന്നത്. ഓക്കെ, സോ ക്യാബിനറ്റ് കമ്മിറ്റി എന്താണ് അപ്രൂവ് ചെയ്യുന്നത് 2012 ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കുന്നത്. സോ അതിനു മുൻപ് ആദ്യം എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മളുടെ പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പാസ്സാക്കാണ്ട് എന്താണ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണം, ദീർഘമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇത് ആരാണ് മോണിറ്റർ ചെയ്യുന്നത്? വ്യക്തമായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് അറിയാൻ പാടില്ല. എങ്ങനെയാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്? എന്ത് തരത്തിലുള്ള ഡാറ്റകൾ മാത്രമാണ് ഇവർ ശേഖരിക്കുന്നത്? ഇതിനൊന്നും കൃത്യമായിട്ടുള്ള എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഇല്ല, അല്ലെങ്കിൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഇല്ല. ഓക്കെ, സോ ദർ ഈസ് നോ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആൻഡ് ദർ ഈസ് നോ ഡ്യൂ പ്രോസസ് ഓഫ് ലോ. സോ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഉണ്ടാകാം, പക്ഷെ സാധാരണ ആളുകൾക്ക് അറിയാൻ പാടില്ല. സോ ഇതെല്ലാം ഒരു ട്രാൻസ്പെറൻസിയിലല്ല വർക്ക് ചെയ്യുന്നത്. എവിടെ? നമ്മളുടെ നാറ്റ്ഗ്രിഡില്. ദെൻ മറ്റൊരു ആക്ഷേപം എന്ന് പറയുന്നത് NPR ഇന്റഗ്രേഷൻ ആണ്, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ പോപ്പുലേഷനിലുള്ള ആളുകളെയും, വിച്ച് മീൻസ് എല്ലാ ആളുകളെയും ഒരു രജിസ്റ്ററിൽ എഴുതി ചേർക്കും. അതായത് നമ്മളുടെ ക്ലാസ്സിൽ ഒരു രജിസ്റ്റർ ബുക്ക് ഉണ്ടല്ലോ, അറ്റൻഡൻസ് ബുക്ക്, അതിന് നമ്മൾ രജിസ്റ്റർ എന്നാണ് പണ്ട് വിളിച്ചത്. അതുപോലെ ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാ ആളുകളുടെയും ഒരു രജിസ്റ്റർ നമ്മൾ കീപ്പ് ചെയ്യും, ഇന്ത്യ ഗവൺമെന്റ് കീപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ദെൻ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? NRC. NRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം. ഓക്കെ, സോ നമ്മൾ ക്ലാസ് റൂമിൽ ചിലപ്പോൾ അപ്പുറത്തെ ക്ലാസ്സിലെ പയ്യനൊക്കെ കയറി ഇരിപ്പുണ്ടാവാം, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലെ ക്ലാസ് റൂമിൽ ചിലപ്പോൾ 10ാം ക്ലാസ്സിലെ പയ്യൻ ഇരിപ്പുണ്ടാവാം, മാറി ഇരിപ്പുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ മെക്ക് ഡിപ്പാർട്ട്മെന്റിൽ, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളൊക്കെ ഇരിപ്പുണ്ടാവാം. സോ ആ ആളുകൾ ആരൊക്കെയാണോ ഇപ്പൊ നിലവിലുള്ളവര്, അവരുടെ എല്ലാവരുടെയും പേര് വരുന്ന, ഈ ക്ലാസ്സിൽ ഉള്ള എല്ലാവരുടെയും പേര് വരുന്ന രജിസ്ട്രേഷൻ ആണ് എന്ത്? NPR എന്ന് പറയുന്നത്, പോപ്പുലേഷൻ. അതിൽ നിന്ന് അതിന്റെ ഒരു സബ്സെറ്റ് ആണ് എന്ത്? നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്. സോ സിറ്റിസൺസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകളുടെ മാത്രം എന്താണ് രേഖകൾ വരുന്നതാണ് NPR എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ NPR-ഉമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. സോ ഈ NPR-ഉമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഹ്യൂജ് പ്രോബ്ലം. എന്താണ്? ഫോർ എക്സാമ്പിൾ, എനിക്ക് എന്താണ് എൻ്റെ ഫ്രണ്ട് എവിടെ പോകുന്നു എന്ന് എനിക്കറിയണം. ഓക്കെ, സോ ഞാൻ എന്താണ് നാറ്റ്ഗ്രിഡിന്റെ മുതലാളിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നാറ്റ്ഗ്രിഡ് വഴി ഞാൻ എന്ത് ചെയ്യും? പ്രൊസീജിയർ എന്താണ്? എ പ്രൊസീജിയർ ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയിലൂടെ, പ്രൊസീജിയർ
ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയിലൂടെ ഞാൻ എന്റെ ഫ്രണ്ട് എവിടെ പോവുകയാണെന്ന് നോക്കും. അദ്ദേഹത്തിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻസ് വഴി, ട്രാവൽ ടിക്കറ്റിലൂടെ, ആധാർ ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട്. സോ ഫ്രണ്ടിന്റെ എന്തിലേക്കുള്ള കടന്നുകയറ്റം? റൈറ്റ് ടു പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമായിട്ട് മാറില്ലേ? സോ അത് ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞാലും തെറ്റല്ലേ? തെറ്റാണ്. സോ ഇതാണ് ഇതിനുള്ള ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു ഗന്ധീവ എന്ന് പറയുന്ന ഒരു AI ബോട്ടിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഗന്ധീവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹിസ്റ്റോറിക്കൽ അല്ല, ഹിസ്റ്റോറിക്കൽ മിത്തായിട്ടുള്ള മഹാഭാരതയിലെ ഒരു അർജുനന്റെ അമ്പിനെ വിളിക്കുന്ന പേരാണ്. സോ അതുപോലെ ഒരു AI ബോട്ട്, സോ ഇറ്റ്സ് എ മോസ്റ്റ് പവർഫുൾ ബോ എന്നല്ലേ അമ്പിന്റെ ഇത് ആണെന്ന് തോന്നുന്നു. സോ ഈ അമ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗന്ധീവ എന്ന് പറയുന്നത്. സോ ഈ ഗന്ധീവ AI അല്ലെങ്കിൽ ഗന്ധീവ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു AI ടൂളാണ്. ഇതെന്ത് ചെയ്യും? ഇത് അൺനെസസറി ആയിട്ടുള്ള ട്രാൻസാക്ഷനുകൾ അല്ലെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള ട്രാവലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്ക്രിപ്പറൻസീസ് കണ്ടു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇന്ന പ്രദേശത്ത് നിന്ന് ഒരാൾ ഫ്രീക്വന്റ്ലി ഡൽഹി ഏരിയ വിസിറ്റ് ചെയ്യുകയും അവിടെ ചില ട്രാൻസാക്ഷനുകൾ നടത്തുകയും ചെയ്യുന്നുണ്ടെന്ന് തോന്നുക, അതൊരു സസ്പീഷ്യസ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗന്ധീവ ഇത് എന്ത് ചെയ്യും? മോണിറ്റർ ചെയ്യും. എന്നിട്ട് അത് റിപ്പോർട്ട് കൃത്യമായിട്ട് കൊടുക്കും. സോ അങ്ങനെയുള്ള ബോട്ടാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഇന്റർഫേസിനെയാണ് ഗന്ധീവ എന്ന് വിളിക്കുന്നത്. സോ ഗന്ധീവ ഹാസ് എ കണക്ഷൻ ടു മഹാഭാരത. വേണമെങ്കിൽ ഒരു ചോദ്യമാകാം, ഗന്ധീവ റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബോട്ട് യൂസ്ഡ് ഇൻ നാറ്റ്ഗ്രിഡ് ഓർഗനൈസേഷനോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ന്യൂ നമ്മളുടെ ന്യൂ പ്ലാനറ്റ് ഇൻ ദ മിൽക്കി വേ ഗാലക്സിന്നോ, അല്ലെങ്കിൽ ന്യൂ ബ്ലാക്ക് ഹോൾ സീൻ ഇൻ ദ മിൽക്കി വേ ഗാലക്സി അല്ലല്ലോ, അത് യൂണിവേഴ്സിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എക്സാമ്പിൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കാം ഗന്ധീവ. സോ ഗന്ധീവ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് എന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഓർക്കുക, മറക്കുക. പിന്നെ എപ്പോഴെങ്കിലും ഗന്ധീവ എന്ന് പേര് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മഹാഭാരതത്തിന്റെ ഒരു റെഫറൻസ് ഇവിടെ കോട്ട് ചെയ്തത്. ഇങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞൊരു സാധനം സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ഓർത്തത്. സോ നാറ്റ്ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ. നമ്മളുടെ സിസ്റ്റം ഇതിപ്പോ AI ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് കൗണ്ടർ ടെററിസം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് തടയാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ്. പക്ഷേ അത് ഒരിക്കലും നമ്മളുടെ റൈറ്റ് ടു പ്രൈവസിയിൽ കടന്നു കയറിക്കൊണ്ട് ആകരുത്. ഓക്കെ ആണോ? തേർഡ് ആർട്ടിക്കിൾ ഈസ് ദ നെക്സ്റ്റ് ഓപ്പൺ എഡിറ്റോറിയൽ. ഈസ് റിലേറ്റഡ് ടു AMRുമായി ബന്ധപ്പെട്ടുണ്ട്, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. നമ്മൾ ഒരു 3 പ്രാവശ്യമെങ്കിലും ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ രമ്യ കണ്ണൻ എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന ഒരാള്, രമ്യ കണ്ണൻ എന്ന് പറയുന്നത് ഹിന്ദുവില് ഈ AMRുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. നവംബറിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നവംബർ പകുതിയോടടുപ്പിച്ചായിട്ടാണ് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഈ സെക്കൻഡ് ടേം അല്ലെങ്കിൽ AMRന്റെ സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഫേസ് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഫസ്റ്റ് ഫേസ് നമ്മൾ അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കടന്നുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. അതിന്റെ ബെസ്റ്റ് ഇരയാണ് ഞാൻ. ഓക്കെ, എനിക്ക് 2024 ന്യൂമോണിയ വരുന്നു. ഓക്കെ, പെട്ടെന്ന് ഒരു പനി വരികയും അത് ശ്രദ്ധിക്കാതിരുന്ന് ന്യൂമോണിയ ആയിട്ട് മാറുകയും ചെയ്യുന്നു. എന്ത് ചെയ്തു? ആന്റിബയോട്ടിക്സ് എടുത്തു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, ആന്റിബയോട്ടിക്സ് എടുത്തു. ഫസ്റ്റ് ന്യൂമോണിയ ഒന്ന് സ്ലോ ഡൗൺ ആയി, പക്ഷേ മാറില്ല. വീണ്ടും 10 ദിവസം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ 5 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും പനി കൂടുകയും ഹോസ്പിറ്റലിൽ ഒരു 10 ദിവസം അഡ്മിറ്റ് ആകുന്നു. ഒരു 5-6 ദിവസം വീട്ടിൽ റെസ്റ്റ് എടുക്കുമ്പോഴേക്കും ഇത് എക്സ്റ്റൻസീവ് ആയിട്ട് വീണ്ടും തിരിച്ചു വരുന്നു. വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. 10 ദിവസം കഴിയുമ്പോഴേക്കും ആന്റിബയോട്ടിക്സുകൾ കുത്തിവെക്കുന്നു. ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, വീണ്ടും അസുഖം വരുന്നു. സോ ഈ പിന്നീടാണ് ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുകയും ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് ആയിരിക്കാം. സോ ഇപ്പോഴും അതെനിക്ക് ഉറപ്പില്ല ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആണോ എന്ന്, പക്ഷേ അതിന്റെ ഒരു ട്രെൻഡ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് പലരും പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എക്സ്റ്റൻസീവ് ആയിട്ട് ആന്റിബയോട്ടിക്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മൈക്രോബുകൾ അതിനെതിരെ ഒരു റെസ്പോൺസീവ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുന്നത്, ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, ഫംഗീസ് ആയിക്കോട്ടെ, എനി പാരസൈറ്റ് ഒരു റെസിസ്റ്റൻസ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുകയും ആന്റി മൈക്രോബിയൽ ഡ്രഗ്സുകളെ
ഇൻഎഫക്റ്റീവ് ആക്കുകയും ചെയ്യുന്നതാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കറന്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാൻ എന്തായിരുന്നു? കറന്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? അവയർനെസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഫേസിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അതായത് ഓവർ ദ കൗണ്ടർ ആന്റിബയോട്ടിക്സുകൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് വിൽക്കരുത് എന്നുള്ളതും, എന്താണ് അൺനെസസറി യൂസുകൾ തടയണം എന്നുള്ളതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സെക്കൻഡ് ഫേസിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം എന്നാണ് ഇവര് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നത്. നവംബറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദെൻ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത്. ഇപ്പോ പെർട്ടിക്കുലർ ഇത് പറയാനായിട്ട് കാരണം നമ്മളുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മൻ കി ബാത്തിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഓവർ ദ കൗണ്ടർ മെഡിസിൻസുകൾ വാങ്ങിച്ച് കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഇന്ത്യയിലെ ഒരു പ്രോബ്ലമാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്, അതായത് ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ എടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളയാണ്. ഞാൻ കഴിഞ്ഞ ഡിസ്കഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കേരളയ്ക്ക് ഒരു പെർട്ടിക്കുലർലി ആന്റി മൈക്രോബിയൽ ആക്ഷൻ പ്ലാൻ തന്നെയുണ്ട്. നമ്മളിപ്പോൾ കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ടിൽ ഒരു ബോർഡ് തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഷെഡ്യൂൾ എച്ച് ഡ്രഗുകൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട്, ഡോക്ടറുടെ ഉറുപ്പടി ഇല്ലാണ്ട് നൽകുന്നതല്ല. ജനങ്ങൾ ദയവായി സഹകരിക്കുക. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും, ഓൾമോസ്റ്റ് മിക്ക മെഡിക്കൽ ഷോപ്പുകളിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ദാറ്റ്സ് ബിക്കോസ് എന്താണ്, ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ ആന്റി മൈക്രോബിയൽ ആക്ഷൻ പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് കേരള ഗവൺമെന്റ് സ്വീകരിച്ച നടപടിയുടെ ഭാഗമായിട്ടാണ്. ഓക്കെ, സോ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് വാല്യൂ അഡീഷന് വേണ്ടിയിട്ട് മെയിൻസ് ആൻസർ റൈറ്റിംഗുകളിൽ എഴുതാനായിട്ട് ഒരു കാര്യം പറഞ്ഞു തരാം. എന്താണത്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഗ്ലോബൽ ബയോട്ടിക് റെസിസ്റ്റൻസ് സർവൈലൻസ് റിപ്പോർട്ട്. സോ ഈ ഗ്ലോബൽ ആന്റിബയോട്ടിക് സർവൈലൻസ് സിസ്റ്റത്തിനെയാണ്, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് സർവൈലൻസ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഗ്ലാസ് എന്ന് അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു റിപ്പോർട്ടാണ്, ഗ്ലോബൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് സർവൈലൻസ് റിപ്പോർട്ട്. അതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയില് കണ്ടുവരുന്ന മൈക്രോബിയൽ ഡിസീസസുകൾ, അല്ലെങ്കിൽ എന്താണ് മൈക്രോബിയൽ ഡിസീസുകളിൽ 1/3, വിച്ച് മീൻസ് 33%, ഇന്ത്യയിൽ കണ്ടുവരുന്ന മൈക്രോബിയൽ ഡിസീസുകളിൽ 1/3, വിച്ച് മീൻസ് 33% എന്താണ് മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉള്ള ഡിസീസസുകളായിട്ടാണ് ആര് ഗ്ലോബൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് സർവൈലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. സോ ഇറ്റ്സ് ആൻ അലാമിംഗ് തിങ്. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഇറ്റ്സ് എ ഹ്യൂജ് അലാമിംഗ് തിങ്. സോ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പരിഹരിച്ചേ മതിയാവും. സോ അതിന്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. സെക്കൻഡ് ഫേസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് ആയിരിക്കണം. എന്താണ് അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് എൻഫോഴ്സസ്. സോ സ്കെയിലപ്പ് സർവൈലൻസ് സ്കെയിലപ്പ് ചെയ്യണം, റെഗുലേഷൻസ് സ്ട്രെങ്തൻ ചെയ്യണം. ദെൻ വൺ ഹെൽത്ത് അപ്രോച്ച്. ഇത് മനുഷ്യന്മാരെ കൊണ്ട് മാത്രം വരുന്നൊരു കാര്യമല്ല, ബാക്കി എന്താണ് മറ്റു മൃഗങ്ങളിലൂടെയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വരുന്ന, അല്ലെങ്കിൽ ജനറ്റിക്കൽ മ്യൂട്ടേഷനുകളിലൂടെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സോ അതിന് ഒരു വൺ ഹെൽത്ത് അപ്രോച്ച് നമുക്ക് വേണം. ബിഹേവിയറൽ ചേഞ്ച്, പബ്ലിക്കിന്റെ ബിഹേവിയറൽ ചേഞ്ച് കൊണ്ടുവരണം. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻസ്, പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കണം, പുതിയ ടെക്നോളജികൾ ഇന്നോവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ ആണോ? സോ നെക്സ്റ്റ് ഡിസ്കഷൻ ഈസ് റിലേറ്റഡ് ടു, ഞാനൊന്ന് സ്പീഡ് കൂട്ടുകയാണ്. നെക്സ്റ്റ് ഡിസ്കഷൻ ഈസ് റിലേറ്റഡ് ടു എന്താണ്, കറന്റ് ഇന്ത്യയുടെ ഒരു ട്രെൻഡാണ്. എന്തിന്റെ ട്രെൻഡ്? ഗ്ലോബൽ അല്ല, എൻവിറോൺമെന്റൽ ആസ്പിറേഷൻസ് ഇന്ത്യയിൽ എത്രത്തോളമാണ്, അത് എത്രത്തോളം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ത്യയുടെ എൻവിറോൺമെന്റൽ വിഷൻസ് എന്തൊക്കെയാണ്? പർട്ടിക്കുലർലി സോ നമുക്ക് ബേസിക് ആയിട്ട് പറയാം. ഇന്ത്യ നെറ്റ് സീറോ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് എന്നാണ് 2070 കൂടിയിട്ടാണ്. ഓക്കെ, സോ എൻവിറോൺമെന്റിൽ ഇന്ത്യയുടെ വിഷൻസ്, ഇന്ത്യ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ എൻവിറോൺമെന്റൽ വിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റണം. ഓക്കെ, സോ നിങ്ങൾ UPSC, നിങ്ങളുടെ അംബീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UPSC എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഇന്ത്യയുടെ എൻവിറോൺമെന്റൽ വിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷൻ കൃത്യമാണെങ്കിലേ നമുക്ക് ആക്ഷൻസ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇന്ത്യയുടെ വിഷൻ എന്താണ് എൻവിറോൺമെന്റിൽ ബന്ധപ്പെട്ടിട്ട്? 2070 കൂടിയിട്ട് നെറ്റ് സീറോ എമിഷനിലേക്ക് ഇന്ത്യ എത്തണം. ഓക്കെ, സോ നെറ്റ് സീറോ ബൈ 2070. സെക്കൻഡ്
നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് നമ്മൾ COP21 പാരീസ് എഗ്രിമെന്റിൽ നമ്മൾ ഒപ്പുവെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്ത്? നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് ഓരോ കൺട്രിയും കൊടുക്കും. അതിന്റെ 2022 നമ്മൾ അപ്ഡേറ്റഡ് വെർഷൻ എടുത്തു. ഓക്കെ, സോ ആദ്യം കുറച്ച് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ഡേറ്റഡ് വെർഷൻ ചെയ്തു 2022. അത് പ്രകാരം എന്താണ്? ഇന്റൻസിറ്റി ഓഫ് GDP, എമിഷൻസ് ഇന്റൻസിറ്റി ഓഫ് GDP 45% കുറയ്ക്കണം. സോ 2025 അതായത് 2025 എത്രയാണോ ഇന്ത്യ എമിറ്റ് ചെയ്തത്, എമിഷൻ ഇന്റൻസിറ്റി ഓഫ് GDP എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, സോ എമിഷൻ ഇന്റൻസിറ്റി ഓഫ് GDP എത്ര ശതമാനത്തിലേക്ക് കുറയ്ക്കണം? 45 ആണോ? 45 അല്ല കേട്ടോ, 35% കുറയ്ക്കണം എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് തോന്നുന്നു. സോ അതൊന്ന് വെരിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. 45 ആണോ 35 ആണോ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 35% കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അതൊന്ന് വെരിഫൈ ചെയ്യണേ. ദെൻ സെക്കൻഡ് എന്താണ്? 50% ക്യുമുലേറ്റീവ് ഇൻസ്റ്റാൾഡ് ഇലക്ട്രിക് കപ്പാസിറ്റി. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ്? ഇൻസ്റ്റാൾഡ് എനർജി കപ്പാസിറ്റി അല്ല, ഇലക്ട്രിക് കപ്പാസിറ്റി. അതായത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക് കപ്പാസിറ്റീസിൽ 50%ഉം നോൺ ഫോസിൽ ഫ്യൂവൽസ് ആയിരിക്കണം. ഓക്കെ, സോ 50% ഇലക്ട്രിക് കപ്പാസിറ്റി നോൺ ഫോസിൽ ഫ്യൂവലിൽ നിന്നായിരിക്കണം. എന്ത്? 2030 ടാർഗറ്റ് പ്രകാരം. സോ 2030 കൂടിയിട്ട് ഇലക്ട്രിസിറ്റി എനർജി കപ്പാസിറ്റികളിൽ 50% എന്തായിരിക്കണം? നോൺ ഫോസിൽ ഫ്യൂവലുകളിൽ നിന്നുള്ള എന്താണ് പ്രൊഡക്ഷൻസ് ആയിരിക്കണം ഉണ്ടാകേണ്ടത്. ദെൻ കാർബൺ സീക്വസ്റ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ ഭൂമി വലിച്ചെടുക്കുന്ന കാർബണിന്റെ അളവ് 2.5 to 3 ബില്യൺ കാർബൺ സീക്വസ്റ്ററൈസേഷൻ. അതായത് കാർബൺ ഡയോക്സൈഡ് 2 മുതൽ 3 ടൺ കാർബൺ ഡയോക്സൈഡ് എന്ത് വലിച്ചെടുത്തിരിക്കണം? ഭൂമി സീക്വസ്റ്ററൈസ് ചെയ്തിരിക്കണം. സോ അത് വേണമെങ്കിൽ എവിടെയാവാം? വാട്ടർ സീക്വസ്റ്ററൈസേഷൻ ആകാം, അല്ലെങ്കിൽ ചെടികൾ തന്നെ വലിച്ചെടുക്കുന്ന രീതിയാകാം. സോ ഫോറസ്റ്റ് കവേഴ്സ് ഇൻക്രീസ് ചെയ്യണം. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? 2.5 to 3 ബില്യൺ കാർബൺ ഡയോക്സൈഡ് ഇക്വാലന്റ് ടു ഫോറസ്റ്റ് കവർ ട്രീസിലൂടെ കാർബൺ സിങ്ക് നമ്മൾ വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ കാർബൺ സീക്വസ്റ്ററൈസേഷൻ എൻഹാൻസ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മളുടെ വിഷൻ. അങ്ങനെ വിഷൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്? നമ്മളുടെ മോദിജി COP26 ചെന്നിട്ട് പറഞ്ഞു, മക്കളെ എന്റെ കയ്യിൽ ഒരു പഞ്ചാമൃതം ഉണ്ട്. അപ്പോഴേക്കും ട്രംപ് അണ്ണനൊക്കെ മറ്റേ ഇല വിരിച്ചു പഞ്ചാമൃതം കഴിക്കാനായിട്ട്. ആണോ? അല്ല, ഇറ്റ്സ് എ 5 പ്രിൻസിപ്പിൾ. മോദിജി എന്ത് പറഞ്ഞു? മക്കളെ എന്റെ കയ്യിൽ ഒരു പഞ്ചാമൃതമുണ്ട് ഫോർ എന്താണ്? ബെറ്റർ എൻവിറോൺമെന്റൽ ഫ്യൂച്ചർ ആൻഡ് സസ്റ്റൈനബിലിറ്റി. എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ എന്ന് ഞാൻ പറയാം. അതായത് എന്താണ്? 500 ജിഗാവാട്ട് നോൺ ഫോസിൽ എനർജി കപ്പാസിറ്റി ബൈ 2030. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടു എന്താണ്? അത് പറയാം, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നത്. സോ 500 ജിഗാവാട്ട് എന്താണ്? ജിഗാവാട്ടും മെഗാവാട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇറ്റ് ഈസ് എന്താണ്? 100 ജിഗാവാട്ട് ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മുടെ ന്യൂക്ലിയർ എനർജി 100 ജിഗാവാട്ട് ഇസ് ഈക്വൽ ടു 10,000 മെഗാവാട്ട്. ഓക്കെ, സോ 500 ജിഗാവാട്ട് എന്ന് പറയുമ്പോൾ 50,000 മെഗാവാട്ട് നോൺ ഫോസിൽ എനർജി കപ്പാസിറ്റി 2030 ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് 50% എനർജി ഫ്രം റിന്യൂവബിൾസ് ബൈ 2030. അപ്പൊ നമുക്ക് തോന്നും എന്താണ്? മോദിജി അവിടെ പറഞ്ഞ കാര്യം തന്നെയല്ലേ ഇവിടെ പഞ്ചാമൃതം ഒക്കെ ആയിട്ട് അവതരിപ്പിക്കുന്നത്? പുതിയ പഞ്ചാമൃതം എന്ന് പറഞ്ഞൊരു പേരിട്ട് വിളിക്കുന്ന കാര്യമാണോ? അല്ല, ചെറിയൊരു എന്താണ് വ്യത്യാസമുണ്ട്. എന്താണ്? 50% ക്യുമുലേറ്റഡ് ഇൻസ്റ്റാൾഡ് ഇലക്ട്രിക് കപ്പാസിറ്റി. അതായത് നിങ്ങൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇലക്ട്രിസിറ്റി എങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം? കോളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാം, വിൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാം, ദെൻ സോളാർ എനർജിയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകളാണ്. അങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന കപ്പാസിറ്റികളിൽ 50% എന്തായിരിക്കണം? നോൺ ഫോസിൽ സോഴ്സിൽ നിന്നായിരിക്കണം. സോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 50% എങ്ങനെയായിരിക്കണം? നോൺ ഫോസിൽ ഫ്യൂവൽ ആയിരിക്കണം. പഞ്ചാമൃതത്തിൽ പറഞ്ഞിരിക്കുന്നത് എനി എനർജി. ഓക്കെ, അത് ഇലക്ട്രിസിറ്റി ആകണം എന്നില്ല,
എനി എനർജി ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? 50% റിന്യൂവബിൾസ് നിന്ന് തന്നെ ആയിരിക്കണം എന്നാണ് പഞ്ചാമൃത് പ്രിൻസിപ്പിളുകളിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ COP26 എവിടെയാണ്? ഷെർമി ഷെയ്ഖിൽ നടന്ന COP26, എനിക്ക് ഷെർമി ഷെയ്ഖിൽ നടന്ന COP26 മോദിജി ഇക്കാര്യം പറഞ്ഞത്. ഓക്കെ. തേർഡ് സ്റ്റേറ്റ്മെന്റ്, റെഡ്യൂസ് എമിഷൻ ബൈ 1 ബില്യൺ ടൺസ്. സോ എമിഷൻസ് 1 ബില്യൺ ടൺസ് റെഡ്യൂസ് ചെയ്യണം. Then reduce emission intensity by 45%. So reduce emission intensity by 45%. ഇത് അവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. നെറ്റ് സീറോ ബൈ 2070. ഇതൊക്കെയാണ് നമ്മളുടെ പഞ്ചാമൃതം പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നെറ്റ് സീറോ അറ്റൈൻ ചെയ്യുക, 45% എമിഷൻ ഇന്റൻസിറ്റി കുറയ്ക്കുക. അതെവിടെയാണ്? 2005 ലെവലിലേക്ക്. ഓക്കെ, 2005 ലെവലിനനുസരിച്ചിട്ട് 45% കുറയ്ക്കണം. ദെൻ 1 ബില്യൺ ടൺസ് എന്താണ്? എമിഷൻസ് 1 ബില്യൺ ടൺസ് കുറയ്ക്കണം. വിച്ച് മീൻസ് ഇറ്റ് ഈസ് മെയിൻലി റിലേറ്റഡ് ടു എന്താണ്? കാർബൺ സീക്വസ്റ്ററൈസേഷൻ തന്നെയാണ്. ദെൻ 50% എനർജി ഫ്രം റിന്യൂവബിൾ ബൈ 2030. അത് ഈ 50% എനർജി ഫ്രം റിന്യൂവബിൾസ് ബൈ 2030 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അതായത് നമ്മളുടെ ഈ 2022 നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് അവതരിപ്പിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഒരു NDC ഉണ്ടായിരുന്നല്ലോ, 2015 ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത NDC. അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു ഈ നോൺ എനർജി റിന്യൂവബിൾസിൽ നിന്ന് നോൺ എനർജി ഫോംസിൽ നിന്ന് റിന്യൂവബിൾസ് 50% ആക്കണം. അത് 2025 ആയപ്പോഴേക്കും നമ്മൾ അച്ചീവ് ചെയ്തു. അങ്ങനെ ഒരു ട്രെൻഡ് വന്നു. അതായത് 2022 ആയപ്പോഴേക്കും നമ്മൾ എന്ത് പറഞ്ഞു? ഇത് 2025 ആകുമ്പോഴേക്കും അച്ചീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടി നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല. ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് എടുത്തു കഴിയുമ്പോൾ പുറകോട്ട് പോകാൻ പാടില്ല എന്നതുകൊണ്ട് എന്ത് ചെയ്യും നമ്മൾ? ഇലക്ട്രിസിറ്റി കപ്പാസിറ്റി 50% ഇലക്ട്രിസിറ്റി കപ്പാസിറ്റി നോൺ ഫോസിൽ ഫ്യൂവൽസിൽ നിന്നാകണം, അല്ലെങ്കിൽ നോൺ ഫോസിൽ സോഴ്സിൽ നിന്നാകണം എന്ന് നമ്മൾ പുതിയ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് വെച്ചു 2022. ഓക്കെ, സോ കറന്റ്ലി ഇപ്പൊ എന്താണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ? 50% ഇലക്ട്രിക് കപ്പാസിറ്റി നോൺ ഫോസിൽ സോഴ്സിൽ നിന്ന് ആണ്. ഓക്കെ, കൺഫ്യൂഷൻ ആകുന്നില്ലല്ലോ? കൺഫ്യൂഷൻ ആകരുത്. സോ ഇത് രണ്ടും കൂടി മിക്സ് ആണ്. പഴയ NDC കോൺട്രിബ്യൂഷൻസും കറന്റ്ലി ഉള്ള കോൺട്രിബ്യൂഷൻസും തമ്മിൽ രണ്ടും കൂടി മിക്സ് ആണെന്ന് കൂടിയിട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ദെൻ ഈസ് വി റിയലി അച്ചീവ്ഡ് ദിസ്? ഒന്നാമത്തെ കാര്യം നമ്മൾ എടുക്കുക. 2070 അച്ചീവ് ചെയ്യുന്നു പറയുന്നത് അത് പ്രോബബ്ലി നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എടുക്കാം. എമിഷൻ ഇന്റൻസിറ്റി ഓഫ് GDP. എന്താണ് എമിഷൻ ഇന്റൻസിറ്റി ഓഫ് GDP എന്ന് പറയുന്നത്? അതായത് ഒരു എക്കോണമിക് ഔട്ട്പുട്ട്, ഒരു യൂണിറ്റ് ഓഫ് എക്കോണമിക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ അളവ്. ഫോർ എക്സാമ്പിൾ, GDPയിൽ 1 രൂപ ഗ്രോ ചെയ്യുന്നു, അതിനാവശ്യമായിട്ടൊരു എക്കോണമിക് ഔട്ട്പുട്ട് വേണ്ടേ? GDP നിങ്ങൾ എടുക്കുക. ഫസ്റ്റ് ഡിസ്കഷൻ GDP ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളുടെ വീട്ടില് അമ്മ രാവിലെ ജോലി ചെയ്തു കഴിഞ്ഞാൽ GDP ഗ്രോ ആകുമോ? ഇല്ല. അമ്മ രാവിലെ ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പോയി അതിന്റെ കാശ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താകും? GDP ഗ്രോത്ത് ആകും. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് എവിടേക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് GDP ഗ്രോത്ത് ആവും. അങ്ങനെ ഒരു യൂണിറ്റ് GDP പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ 1 രൂപ GDP ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തോരം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ നടത്തി? ഓക്കെ, സോ ഒരു യൂണിറ്റ് GDP പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്തോരം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ നടത്തി എന്ന് തീരുമാനിക്കുന്നതാണ് ഇന്റൻസിറ്റി ഓഫ് GDP, എമിഷൻ ഇന്റൻസിറ്റി ഓഫ് GDP എന്ന് പറയുന്നത്. സോ ഒരു യൂണിറ്റ് ഓഫ് GDP പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ GDP എസ്കലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തോരം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ നടത്തി, സോ എന്തോരം എൻവിറോൺമെന്റൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തു, അതാണ് എമിഷൻ ഇന്റൻസിറ്റി ഓഫ് GDP എന്ന് പറയുന്നത്. ഓക്കെ, സോ എമിഷന്റെ ഇന്റൻസിറ്റി ഓഫ് GDP എന്താണ്? നമ്മളുടെ എത്രത്തോളം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഒരു യൂണിറ്റ് ഓഫ് എക്കോണമിക് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. നമ്മളുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം 45%
എമിഷൻ ഇന്റൻസിറ്റി ഓഫ് GDP കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എത്ര? 45%. ഇന്ത്യ നോക്കുകയാണെങ്കിൽ എമിഷൻ ഇന്റൻസിറ്റി ഓഫ് GDP അറൌണ്ട് 35%ലേക്ക് എത്തി, അറൌണ്ട് 36%. സോ 45% തന്നെയാണ് എമിഷൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. സോ ഇന്ത്യ അറൌണ്ട് 36%ലേക്ക് എവിടെ എത്തി? 2020 എത്തി. ഓക്കെ, സോ 2020 എത്തി. സോ നമ്മൾ നിയറസ്റ്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു പ്രോബ്ലം ഉണ്ട്. ഇന്ത്യയുടെ അബ്സല്യൂട്ട് എമിഷൻ, നിങ്ങൾ എക്കണോമിക് ഔട്ട്പുട്ടിൽ, അതായത് ഒരു എക്കണോമിക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷന്റെ അളവെടുത്തിട്ട് നിങ്ങൾ പറയാണ് നിങ്ങൾ 36% കുറച്ചിരിക്കുകയാണ്. എന്നാൽ ആക്ച്വൽ ഔട്ട്പുട്ട്, ആക്ച്വൽ എമിഷൻ ഇതിൽ ഒരുപാട് മേലെയാണ്. ആക്ച്വൽ എമിഷൻസ് റിമെയിൻസ് ഹൈ. ദാറ്റ്സ് ആൻ അലാമിംഗ് സിറ്റുവേഷൻ. അതായത് എക്കോണമിക് ഔട്ട്പുട്ടുകളില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സാധാരണ ജനങ്ങൾ വീടുകളിൽ, അതായത് എന്താണ്, ഫോർ എക്സാമ്പിൾ അടുപ്പ് കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കഞ്ഞി വെക്കുന്നവരുണ്ട്. ഓക്കെ, അടുപ്പ് കൂട്ടിയിട്ട് കഞ്ഞി വെക്കുന്നവരുണ്ട്. ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഹ്യൂജ് കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? സോ അത് ഒരു എക്കോണമിക് ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കൂ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, സോ അത് എക്കോണമിക് ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കോ? ഇല്ല. കാരണം എന്താണ്? നമ്മളുടെ കെയർ വർക്കുകളൊന്നും എന്താണ് GDP-യിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറില്ല. ബേസിക് കാര്യം, ബേസിക് ഇൻഫർമേഷൻ. GDP-യിൽ ഫോർ എക്സാമ്പിൾ നമ്മളുടെ വീട്ടിൽ ഹൗസ് ഹോൾഡ് വർക്കൊന്നും നമ്മൾ GDP-യിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല. സോ അങ്ങനെയുള്ള നോൺ എക്കോണമിക് ആക്ടിവിറ്റീസും എക്കോണമിക് ആക്ടിവിറ്റീസും കൂട്ടി അബ്സല്യൂട്ട് എമിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് റിമൈൻസ് ഹൈ. അത് ഒരു അലാമിംഗ് സിറ്റുവേഷൻ ആണ്. സോ നിങ്ങൾ എക്കോണമിക് ആക്ടിവിറ്റിയെ മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നമ്പർ ഹൈ ആക്കി കാണിക്കുന്നു. പെർട്ടിക്കുലർലി ഈ ഇന്റൻസിറ്റി, എമിഷൻ ഇന്റൻസിറ്റി ഓഫ് GDP എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസ് എടുക്കുന്ന ഒരു സോഴ്സ് ആണ്. ഓക്കെ, സോ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ എമിഷൻസ്, അബ്സല്യൂട്ട് എമിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഹൈ ആയിരിക്കും. കാരണം എന്താണ്? അവര് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഡെവലപ്പിംഗ് കൺട്രീസ് അതിനൊരു സോഴ്സ് കാണിക്കുന്ന ഒരു, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് എമിഷൻ ഇന്റൻസിറ്റി ടു GDP എന്ന് പറയുന്ന കാര്യം. സോ ആ ഒരു പേര് വെച്ചിട്ട് നിങ്ങൾ ഡൈവേർട്ട് ആയിട്ട് പോകരുത്. കറക്റ്റ് ആണോ? അല്ലെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലായോ എമിഷൻ ഇന്റൻസിറ്റി ടു GDP എന്ന് പറയുന്ന കാര്യം? ഓക്കെ, സോ എമിഷൻ ഇന്റൻസിറ്റി GDP എടുത്തെടുത്ത് പറയുന്നു, ഇമ്പോർട്ടന്റ് ആണ്. എമിഷൻ ഇന്റൻസിറ്റി ടു GDP, ഒരു യൂണിറ്റ് എക്കോണമിക് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ, 1 രൂപയുടെ GDP ഇൻക്രീസ് ചെയ്യാൻ എത്ര ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ യൂസ് വന്നു, അല്ലെങ്കിൽ എത്ര ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്തു എന്നതാണ് എമിഷൻ ഇന്റൻസിറ്റി ടു GDP എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി. റിന്യൂവബിൾ എനർജി കപ്പാസിറ്റിയിൽ പെർട്ടിക്കുലർലി നമ്മൾ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമ്മളുടെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി 50% നോൺ ഫോസിൽ ഫ്യൂവലുകളിൽ നിന്ന് എത്തണം എന്നുള്ളത് 2025 ആയപ്പോഴേക്കും നമ്മൾ എത്തി. ഓക്കെ, ദെൻ നമ്മൾ നമ്മുടെ ടാർഗറ്റുകൾ ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്തു. എന്താക്കി? ഇലക്ട്രിസിറ്റി എനർജിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ കപ്പാസിറ്റിയിൽ 50% നോൺ ഫോസിൽ ഫ്യൂവല് 2030 കൂടിയിട്ട് നമ്മൾ എത്തിക്കണം എന്നൊരു ടാർഗറ്റ് നമ്മൾ എത്തി. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് ഇന്റൻസീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ എനർജി കപ്പാസിറ്റി ഇപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കുന്നത് കോൾ എന്ന് പറയുന്ന മേഖലയിലാണ്, കോൾ സെക്ടറിലാണ്, കൽക്കരിയിൽ നിന്നാണ്. ഓക്കെ, സോ ഈ കൽക്കരിയുടെ ഉപയോഗം ക്രമാതീതമായിട്ട് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഓക്കെ, ദെൻ ജിഗാവാട്ട് ടാർഗറ്റുകളിൽ എടുത്തു കഴിഞ്ഞാലും, ഓക്കെ, ജിഗാവാട്ട് ടാർഗറ്റുകളിലേക്ക് എടുത്തു കഴിഞ്ഞാലും 500 ജിഗാവാട്ട് എന്ന് പറയുന്നത് നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ 2022 175 ജിഗാവാട്ട് അച്ചീവ് ചെയ്തില്ല എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ റിന്യൂവബിൾ എനർജീസിന്റെ കാര്യത്തിൽ നമ്മൾ ഹ്യൂജ് എന്താണ് ഇൻസ്റ്റാൾമെന്റുകളും ഇൻഫ്രാസ്ട്രക്ചറൽ പോസിബിലിറ്റീസും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നമ്മളുടെ ഇവിടെ നമുക്ക് നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, കോൾ സെക്ടർ, കൽക്കരി സെക്ടർ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഫേസ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ അത് ഇപ്പോഴും ഹ്യൂജ് കോൾ കപ്പാസിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്കൊരു പ്രോബ്ലമാണ്. സോ സ്റ്റീം എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൾ കപ്പാസിറ്റീസ് ഒരുപാട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ എനർജി സ്റ്റോറേജ് ആണ് നമുക്ക് ഇവിടെ പറയാവുന്ന മറ്റൊരു കാര്യം. അതായത് എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് കുറവാണ്. ഫോർ എക്സാമ്പിൾ 2025 സെപ്റ്റംബറിലെ കണക്ക് പ്രകാരം
500 മെഗാവാട്ട് സ്റ്റോറേജ് കപ്പാസിറ്റി മാത്രമേ എവിടെയുള്ളൂ. സോ നമ്മളുടെ കറന്റ് ഓപ്പറേഷനിലായിട്ട് ഉള്ളൂ. പക്ഷേ നമ്മളുടെ ടാർഗറ്റ് എന്താണ്? 2030 ആവുമ്പോഴേക്കും 336 ജിഗാ വാട്ട് അവർ. ഓക്കെ, സോ വാട്ട് അവർ എനർജി കപ്പാസിറ്റി നമ്മൾ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ എനർജി സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മൾ ബിൽഡ് ചെയ്യണം. സോ എന്താണ് ചെയ്യേണ്ടത് ഇനി? നമ്മളുടെ പവർ ഗ്രിഡുകൾ, ഓക്കെ, പവർ ഗ്രിഡുകളെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കണം. എനർജി സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. സോ നമ്മൾ എന്താണ്, റിന്യൂവബിൾ എനർജിയുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അതിന് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി കൂടിയിട്ട് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ദെൻ കാർബൺ സിങ്ക്. കാർബൺ സിങ്ക് ആണ് മറ്റൊരു പ്രോബ്ലം. കാർബൺ സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഫോറസ്റ്റ് ഏരിയയെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊന്ന് ലൂസിഡ് ആയിട്ട്, ലിഷർ ആയിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അതായത് ഒരു മരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും, അതായത് നമ്മളുടെ NH ഹൈവേയിൽ കൂടി നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ കാണുന്ന മരങ്ങൾ പോലും ഇന്ത്യയുടെ റിയൽ ഫോറസ്റ്റ് കവറായിട്ട് എണ്ണപ്പെടാനായിട്ട് സാധിച്ചു. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസുകളിൽ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരുപാട് ഫോറസ്റ്റ് കവർ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഒരുപാട് ഫോറസ്റ്റ് കവർ ഉണ്ടെങ്കിൽ കാർബൺ സിങ്ക് അല്ലെങ്കിൽ കാർബൺ സീക്വസ്റ്ററൈസേഷനും കൂടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, സോ അത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കലി ഒരാളെ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ സ്റ്റാറ്റിസ്റ്റിക്കലി ബേസിക് ആയിട്ട് ഒരു മരം നിന്ന് കഴിഞ്ഞാൽ പോലും നമ്മളുടെ ഹൈവേയിൽ ഒരു മരം നിന്ന് കഴിഞ്ഞാൽ പോലും അതിന്റെ ട്രീ ഏരിയയെ നമ്മൾ ഫോറസ്റ്റ് കവർ ആയിട്ട് എടുക്കും. ഓക്കെ, റിയൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു മരമാണോ? ആ ഒരു മരത്തിന് ചുറ്റുമുള്ള ഏരിയയെ ഫോറസ്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുവോ? ഇല്ല. സോ അങ്ങനെ നമ്മളുടെ ഫോറസ്റ്റ് എന്ന് പറയുന്ന കാര്യത്തിന്, നമ്മൾ ഫോറസ്റ്റ് കവർ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്തു? എക്സ്പാൻഷൻ ചെയ്തു. ഇറ്റ് ഇൻക്ലൂഡ് പ്ലാന്റേഷൻസ്, മോണോകൾച്ചേഴ്സ്, റോഡ് സൈഡ് ട്രീസ്. ഓക്കെ, സോ പ്ലാന്റേഷൻ നമ്മൾ എന്താണ്? നാച്ചുറൽ ഫോറസ്റ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാണ്. സോ ഇങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനീഷൻസിന് ചില മാറ്റങ്ങൾ വരുത്തി. സോ എണ്ണം എടുക്കുമ്പോൾ കൂടുതൽ ഫോറസ്റ്റ് കവർ ഉള്ളതായിട്ട് തോന്നും. സോ ഫോറസ്റ്റ് കവർ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? കാർബൺ സീക്വസ്റ്ററൈസേഷൻ കൂടുതലായിട്ട് കാണിക്കാനായിട്ട് പറ്റും. സോ അതൊരു പ്രോബ്ലമാണ്. ഓക്കെ, കോൾ ഡിപ്പെൻഡൻസ് ഞാൻ പറഞ്ഞു. സോ ഇതെല്ലാമാണ് ഇതിന്റെ ബേസിക് പ്രോബ്ലം. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ്? എമിഷൻ ഇന്റൻസിറ്റി ടു GDP എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ വേണമെങ്കിൽ അങ്ങനെ തന്നെ എടുത്ത് ചോദ്യം വരാം, എമിഷൻ ഇന്റൻസിറ്റി ടു GDP എന്ന് പറയുന്ന ചോദ്യം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഡിസ്കഷൻ പോവാം. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വിട്ടുപോയതല്ല, ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. സോ 30/30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, അതായത് നമ്മളുടെ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ എന്താണ്, UNFCCC കൂടാണ്ട് 2 സംഘടനകൾ കൂടി ഫോം ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് കൂടാണ്ട് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സംഘടന ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൺവെൻഷനാണ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. അതിന്റെ സമ്മേളനത്തെയും നമ്മൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ് വിളിക്കുന്നത്. 2 വർഷം കൂടുമ്പോഴായിരിക്കും അതിന്റെ സമ്മേളനങ്ങൾ നടക്കുക. ഓക്കെ, സോ അങ്ങനെ ഒരു സമ്മേളനത്തിൽ എടുത്തൊരു തീരുമാനമാണ് 30/30 എന്ന് പറയുന്ന അജണ്ട. ഓക്കെ, സോ അത് ലേറ്റർ G20 അംഗീകരിക്കുകയുണ്ടായി. അതിന്റെ ഉദ്ദേശം എന്താണ്? 30 എന്ന് പറയുമ്പോൾ 2030 കൂടിയിട്ട് 30% ഫോറസ്റ്റ്, 30% പ്ലാനറ്റും പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, പ്ലാനറ്റിന്റെ 30% ഫോറസ്റ്റ് കവർ അല്ല, പ്ലാനറ്റിന്റെ 30% പ്രൊട്ടക്ട് ചെയ്യുക. ഈ 30% ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇത് ഹൈ അംബിഷൻ coalition for nature and people is pushing for the inclusion of 30/30 in the post 220 global biodiversity framework. Okay, so അതെന്താണ്? ഈ ഒരു സംഘടന പോസ്റ്റ് 2020 ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്കിലേക്ക് ഉൾപ്പെടുത്താനായിട്ടുള്ള പുരുഷസും ഈ ഒരു സംഘടന ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒബിയസ് ആയിരിക്കും. കാരണം എന്താണ്? ഇത്രയും വലിയൊരു പേരും ആരും കേൾക്കാത്തൊരു പേരും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. സോ 30/30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30%, പ്ലാനറ്റിന്റെ 30% 2030 കൂടിയിട്ട് പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇന്ന് കുറച്ച് ലെങ്ത് ആയി പോയി എന്ന് തോന്നുന്നു. എങ്കിലും കുഴപ്പമില്ല, നല്ല കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു.